ഐഹിക ലോകത്തുള്ള പരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട നിരവധി പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായിട്ടൊരു കഥ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സുദീർഘമായിട്ടൊരു ഹദീസാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഇന്ന സലാസത ഫി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽപ്പെട്ട 3 വ്യക്തികൾ, അബ്റസ വ അഖറ വ അമ. ഒന്നാമത്തെ വ്യക്തി അദ്ദേഹം ഒരു പാണ്ഡുരോഗം ബാധിച്ചൊരു വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം ഒരു കഷണ്ടിക്കാരനാണ്. മൂന്നാമത്തെ ആൾ അദ്ദേഹം ഒരു അന്ധനാണ്. അപ്പോൾ ഈ 3 ആളുകളെയും അറാദല്ലാഹു യബ്തലിയഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആളുകളെയും പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഫബഅസ ഇലൈഹിം മലക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഒരു മലക്കിനെ അയക്കുകയാണ്. മനുഷ്യന്റെ രൂപത്തിൽ, തിരിച്ചറിയപ്പെടാത്ത രൂപത്തിൽ ഒരു മലക്കിനെ അവരിലേക്ക് അയക്കുകയാണ്. ഫഅതൽ അബ്റസ ഫഖാല, ആദ്യം മലക്ക് ഈ പാണ്ഡുരോഗം ബാധിച്ച വ്യക്തിയുടെ അടുത്തേക്കാണ് മലക്ക് പോകുന്നത്. എന്നിട്ട് മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണ്, താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആഗ്രഹം എന്താണെന്ന് മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ മലക്കാണ് വന്നതെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഈ വ്യക്തി പറഞ്ഞു, പാണ്ഡുരോഗം ബാധിച്ച വ്യക്തി പറഞ്ഞു, എനിക്ക് കാണാൻ നല്ല ചന്തമുള്ള നിറവും തൊലിയുമാണ് വേണ്ടത്. ജനങ്ങൾ വെറുക്കുന്ന ഈ രോഗം എൻ്റെ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് അദ്ദേഹത്തോട് മലക്ക് മറുപടി ഈ പാണ്ഡുരോഗം ബാധിച്ച വ്യക്തി അദ്ദേഹം മലക്കിനോട് മറുപടി പറയുകയാണ്. ഈ സന്ദർഭത്തിൽ മലക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തടവുന്നു. ശരീരത്തിൽ തടവിയതോടുകൂടെ അദ്ദേഹത്തിന്റെ ഈ പാണ്ഡുരോഗം മാറി അദ്ദേഹം സുന്ദരനായിട്ട് മാറുകയാണ്. മലക്ക് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സമ്പത്ത് എന്താണ്, ഏത് തരം സമ്പത്താണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞാൽ, ലിബിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടകത്തെയാണ്. അപ്പം മലക്ക് അദ്ദേഹത്തിന് 10 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു ഒട്ടകത്തെ സമ്മാനമായിട്ട് നൽകുകയും അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിൽ ബർക്കത്ത് ചെയ്യാൻ വേണ്ടി ബാറക്കല്ലാഹു ലക ഫീഹ, അള്ളാഹു താങ്കൾക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം മലക്ക് രണ്ടാമതായിട്ട് ഈ കഷണ്ടിക്കാരനായിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹത്തോടും അതേ ചോദ്യം ആവർത്തിക്കുകയാണ്, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുന്ദരമായിട്ടുള്ള മുടി വേണം, ഞാൻ കഷണ്ടി ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾ എൻ്റെ തലയിൽ മുടിയെല്ലാം വന്ന് സുന്ദരനായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രണ്ടാമത്തെ വ്യക്തിയുടെ മറുപടി. ഈ സന്ദർഭത്തിലും മലക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ തടവുന്നു. അതോടുകൂടെ അദ്ദേഹത്തിന് തലയിൽ മുഴുവൻ മുടി വന്ന് അദ്ദേഹം സുന്ദരനായിട്ട് മാറുകയാണ്. മലക്ക് അദ്ദേഹത്തോടും ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ്, ഏറ്റവും താങ്കൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബക്കറ, എനിക്ക് പശുവിനെയാണ് ഏറ്റവും ഇഷ്ടം. മലക്ക് അദ്ദേഹത്തിന് ഗർഭിണിയായിട്ടുള്ളൊരു പശുവിനെ സമ്മാനമായിട്ട് നൽകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പ്രത്യേകം ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് മലക്ക് അന്ധനായിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹത്തോടും ചോദിക്കുന്നു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം, അങ്ങനെ ജനങ്ങളെ എനിക്ക് കാണാൻ സാധിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. മലക്ക് അദ്ദേഹത്തിന്റെ കണ്ണിൽ തടവുന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ അന്ധത മാറി അദ്ദേഹം കാഴ്ചയുള്ളവനാകുന്നു. അദ്ദേഹത്തോടും മലക്ക് ചോദിക്കുന്നു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ്? അദ്ദേഹം, എനിക്ക് ആടിനെയാണ് ഇഷ്ടമെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതോടുകൂടെ മലക്ക് ഗർഭിണിയായിട്ടുള്ളൊരു ആടിനെ അദ്ദേഹത്തിന് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം മലക്ക് തിരിച്ചു പോവുകയാണ്. കാലങ്ങൾ പിന്നിടുന്നു. ഈ 3 മൃഗങ്ങളും, മലക്ക് നൽകിയ 3 മൃഗങ്ങളും പ്രസവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരല്പകാലം കൊണ്ട് പാണ്ഡുരോഗിക്ക് ഒരു താഴ്വര മുഴുവനും ഒട്ടകങ്ങൾ നിറയുകയാണ്. അദ്ദേഹം വലിയ സമ്പന്നനായിട്ട് മാറുന്നു. അതേപോലെ തന്നെ കഷണ്ടിക്കാരൻ ഒരു പശുക്കളുടെ ഒരു വലിയ താഴ്വര. മൂന്നാമത്തെ വ്യക്തി, ഈ അന്ധനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന് ആടുകളുടെ ഒരു വലിയ താഴ്വര. ഈ 3 വ്യക്തികളും വലിയ സമ്പന്നരായിട്ട് മാറുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവരെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൂർവ്വസ്ഥിതിയിൽ, അതായത് അവർ ഏത് രൂപത്തിലായിരുന്നോ മുന്നേ അതേ രൂപത്തിൽ ആ മലക്കിനെ ആക്കിക്കൊണ്ട് അവരിലേക്ക് വീണ്ടും അയക്കുകയാണ്. അപ്പോൾ മലക്ക് ഒരു പാണ്ഡുരോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ രൂപത്തിൽ ആദ്യത്തെ വ്യക്തി, അതായത് മുമ്പ് പാണ്ഡുരോഗം ഉണ്ടായിരുന്ന ആളുടെ അടുത്തേക്ക് മലക്ക് പോവുകയാണ്, അയാളുടെ ആ പഴയ രൂപത്തിൽ. എന്നിട്ട് മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു അഗതിയാണ്, ചില കാരണങ്ങളാൽ എൻ്റെ യാത്ര തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെയും താങ്കളുടെയും സഹായമില്ലാതെ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. അതുകൊണ്ട് താങ്കൾക്ക് ഈ സുന്ദര നിറവും തൊലിയും ഒട്ടകത്തെയും എല്ലാം
നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ഈ കൂട്ടത്തിൽ നിന്ന് ഒരൊട്ടകത്തെ നിങ്ങൾ നൽകുമോ എന്നാണ് മലക്ക് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ഈ ഒരു താഴ്വര മുഴുവനുള്ള ഒട്ടകത്തിൽ നിന്നും ഒന്ന് താങ്കൾ എനിക്ക് നൽകുമോ എന്നാണ് മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഒരുപാട് ബാധ്യതകളും കഷ്ടപ്പാടുകളും പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്ര മനോഹരമായിട്ടുള്ളൊരു പാഠമാണ് ഹദീസ് നമുക്ക് നൽകുന്നത്. പലപ്പോഴും നമ്മൾ യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ദാരിദ്ര്യം അനുഭവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവരെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ വലിയ സമ്പന്നന്മാരായിട്ട് മാറുന്ന ആളുകൾ, ചില ആളുകൾ അവർ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ അവർ നേടിയെടുത്ത മുഴുവൻ സമ്പത്തിൽ നിന്നും ഒരു ചെറിയ ശതമാനം, ഒരു 2.5% സക്കാത്ത് നൽകാൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അതുപോലും മറക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതായത് ഇത്രയും ഈ സമ്പത്ത് മുഴുവനും അള്ളാഹുവാണ് അദ്ദേഹത്തിന് നൽകിയത്. യഥാർത്ഥത്തിൽ സമ്പത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്നൊരു വസ്തു. അള്ളാഹുവിൻ്റെ അക്കൗണ്ടന്റ് അതേ രൂപത്തിലാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. അള്ളാഹു നമ്മുടെ കയ്യിൽ ഒരല്പം പണം നൽകിയിട്ട് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ഏതൊക്കെ ആളുകൾ ഏതൊക്കെ രൂപത്തിലാണ് ചെലവഴിക്കുക എന്ന് പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ സമ്പത്തിൽ നിന്നും ഒരു ചെറിയ ശതമാനം സക്കാത്ത് നൽകാൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ സക്കാത്ത് നൽകാൻ പോകുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ നിരവധി പ്രാരാബ്ദങ്ങളാണ് മനസ്സിലേക്ക് വരിക. സുബ്ഹാനല്ലാഹ്. പിശാചിൻ്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവൂടെ നമ്മൾ നല്ല കാര്യത്തിലേക്ക് ചെലവഴിക്കാൻ, അത് വളരെ കുറച്ചാണെങ്കിലും ചെലവഴിക്കാൻ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ മനസ്സിലേക്ക് നിരവധി പ്രാരാബ്ദങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശൈത്താനു യഈദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അത്ര സത്യമാണ്. നമ്മളൊരു 10 രൂപ ഒരാൾക്ക് നല്ലതിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ മനസ്സിലേക്ക് ഉള്ള സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രാരാബ്ദങ്ങളും മനസ്സിലേക്ക് പിശാചിട്ട് വരും. ആ സന്ദർഭത്തിൽ ഒരു പെന്നും കടലാസും ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും കാലം മറന്നുപോയ പ്രാരാബ്ദങ്ങൾ വരെ കൃത്യമായിട്ട് ഓർത്തെടുത്ത് കുറിച്ചു വെക്കാൻ സാധിക്കും. ആ രൂപത്തിലാണ് മനസ്സിലേക്ക് പിശാചിട്ട് തരിക. അതെങ്ങനെങ്കിലും അതിൽ മുടക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കും. അതേസമയം വയഅമുറുകും ബിൽ ഫഹ്ശാ, വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി പിശാച് കൽപ്പിക്കുകയും ചെയ്തു. എത്ര സത്യസന്ധമായിട്ടുള്ള വചനങ്ങളാണ്. നമ്മൾ വേണ്ടാത്തൊരു കാര്യത്തിന് സമ്പത്ത് ചെലവഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു ചിന്തയും മനസ്സിലുണ്ടാവില്ല. അത് എത്രയാണെങ്കിലും നമ്മൾ ചെലവഴിക്കാൻ സന്നദ്ധരാകും. ചെലവഴിച്ചതിന് ശേഷമാണ് പിന്നീടാണ് നമ്മൾ ചിന്തിക്കുക അത് വേണ്ടിയില്ലായിരുന്നു. പക്ഷെ അതേസമയം നല്ലതിന് ചെലവഴിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തുടക്കത്തിലെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ പിശാച് ഇട്ട് വരും എന്നുള്ളത് എത്ര സത്യസന്ധമായിട്ടുള്ള. അതേ രൂപത്തിലാണ് ഇവിടെയും ഒരു താഴ്വര മുഴുവനും അദ്ദേഹത്തിന് ഒട്ടകങ്ങളുണ്ട്. അതിൽ നിന്നും ഈ അഗതിയായിട്ടുള്ള വ്യക്തി, അതായത് വേഷം മാറി വന്ന മലക്ക് ചോദിക്കുന്നത് ഒരേ ഒരു ഒട്ടകത്തെയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നിരവധി പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം അദ്ദേഹം പറയും, എനിക്കത് തരാൻ പറ്റൂല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഈ സന്ദർഭത്തിൽ മലക്ക് അദ്ദേഹത്തോട് അറിയാത്ത രൂപത്തിൽ ചോദിച്ചു, എനിക്ക് താങ്കളെ മുൻപരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ മുമ്പ് ജനങ്ങൾ വെറുക്കുന്ന ഒരു പാണ്ഡുരോഗിയും ദരിദ്രനൊക്കെ ആയിരുന്നില്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം താങ്കൾക്ക് നൽകിയതെന്ന് മലക്ക് ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു മറുപടി നോക്കുക. അദ്ദേഹം പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാൻ മുമ്പ് പാണ്ഡുരോഗമുള്ള ആളൊന്നും ആയിരുന്നില്ല. ഈ കാണുന്ന സമ്പത്തെല്ലാം എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് ഈ സമ്പത്തെല്ലാം നൽകിയത് അള്ളാഹു ആണെന്നുള്ള യാഥാർത്ഥ്യം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ മറക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട ഉടനെ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ കുൻത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത. നിങ്ങൾ കളവാണ് പറയുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കട്ടെ എന്നാണ് മലക്ക് പറയുന്നത്. അതോടുകൂടെ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം പഴയ പാണ്ഡുരോഗി തന്നെയായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ പിന്നീട് നൽകാതിരിക്കും, അല്ലെങ്കിൽ നൽകുകയില്ല, അല്ലെങ്കിൽ ആ നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കുമെന്നുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പാഠമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് മലക്ക് ഒരു കശണ്ടിക്കാരന്റെ രൂപത്തിൽ രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹവും ആദ്യം പറഞ്ഞ അതേ രൂപത്തിൽ ആദ്യത്തെ വ്യക്തിയിൽ നിന്നും ലഭിച്ച അതേ മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ മലക്ക് അദ്ദേഹത്തോടും പറഞ്ഞു, നിങ്ങൾ കളവാണ് പറയുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റട്ടെ. അതോടുകൂടി അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. മൂന്നാമതായിട്ട് മലക്ക് ഒരു അന്ധന്റെ രൂപത്തിൽ മുമ്പ് അന്ധനായിട്ടുള്ള വ്യക്തിയെ സമീപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് മലക്ക് പറഞ്ഞു, ഞാനൊരു അഗതിയാണ്, ഒരു യാത്രക്കാരനാണ്,
ഒരു ഗതിയില്ല, അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും സഹായം ഇല്ലാതെ എനിക്ക് നാട്ടിലെത്താൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് താങ്കൾക്ക് ഈ കാഴ്ച തിരിച്ച് നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് തരുമോ എന്നാണ് മലക്കിൻ്റെ ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഈ അന്ധനായിട്ടുള്ള വ്യക്തി അദ്ദേഹം പറയുന്ന മറുപടി നോക്കുക. അദ്ദേഹം പറയുകയാണ്, ഞാൻ മുമ്പ് ഒരു അന്ധനായിരുന്നു, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാഴ്ച നൽകി അനുഗ്രഹിച്ചു. അതുകൊണ്ട് അതായത് ഈ സമ്പത്തും ഈ കാഴ്ചയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് നൽകിയത്. അതുകൊണ്ട് താങ്കൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളുക. ഈ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടമുള്ളത് താങ്കൾ എടുത്തിട്ട് ബാക്കി അവിടെ വിട്ടേച്ച് പോവുക എന്നാണ് ഈ അന്ധനായിട്ടുള്ള വ്യക്തിയുടെ മറുപടി. സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭത്തിൽ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ സമ്പത്തൊക്കെ നിങ്ങൾ തന്നെ വെച്ചോളൂ, യഥാർത്ഥത്തിൽ നിങ്ങളെ ഞാൻ ഇതുവരെ പരീക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് മലക്ക് പറഞ്ഞ മറുപടി, ഫഖദ് റുളിയ അൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതായത് അള്ളാഹുവാണ് ഇതെല്ലാം നൽകിയതെന്ന് മനസ്സിലാക്കി അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് കാണിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഫഖദ് റുളിയ അൻക ഫസുഖിത അലാ സ്വാഹിബൈക്, നിങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെക്കുറിച്ച് അള്ളാഹു സന്തുഷ്ടനാണ്, അതേസമയം നിങ്ങളുടെ മറ്റ് രണ്ട് കൂട്ടുകാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ചിരിക്കുന്നെന്നാണ് മലക്ക് പറഞ്ഞ മറുപടി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ അവന് നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ നമ്മൾ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു തിരിച്ചെടുക്കും. അതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കോപം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള മനോഹരമായിട്ടൊരു പാഠമാണ് ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നത്. അപ്പോൾ സമ്പത്ത് എന്നുള്ളത് ഒരു പരീക്ഷണ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് അത് ഉപയോഗിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നാളെ വിജയികളാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ധനം ചെലവഴിച്ച് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.